ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലോട്ട് ഒരു യാത്രയായാലോ? 572 ഐലൻഡുകൾ കൂട്ടിച്ചേർന്നതാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ. ഇവിടേക്ക് പോകാൻ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു പോർട്ട് ബ്ലെയർ ആണ്. ഈ കൊച്ചി ടു ചെന്നൈ അല്ലെങ്കിൽ കൊച്ചി ടു ബാംഗ്ലൂർ അതൊക്കെ നമുക്ക് ഡിപ്പെൻഡ്സ് ഫ്ലൈറ്റ് റേറ്റ് അനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ എടുക്കാം. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇന്ത്യയിൽ തന്നെ പെടുന്ന സ്ഥലമായതുകൊണ്ട് എവിടെ പോയാലും ആധാർ കാർഡ് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ആധാർ കാർഡും നമ്മുടെ പാസ്പോർട്ടും എടുക്കാൻ മറക്കരുത്. പാസ്പോർട്ട് അത്ര മാൻഡേറ്ററി അല്ല, പക്ഷെ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് പോകുന്നത്. നമുക്ക് ഐദർ ആധാർ കാർഡ് ഒരു പാസ്പോർട്ട് നമുക്ക് വെരിഫിക്കേഷന് കാണിച്ചു കൊടുക്കാം. പിന്നെ നിർബന്ധമായും ഒരു BSNL സിം കയ്യിലുണ്ടായിരിക്കണം. അവരുടെ ക്യാപിറ്റലായ പോർട്ട് ബ്ലെയറിൽ എല്ലാത്തിനും റേഞ്ചസ് ഉണ്ടായിരിക്കും. ഐഡിയ, എയർടെൽ, BSNL, എവറിത്തിങ്. ബട്ട് നമ്മൾ വേറെ ഐലൻഡ്സിലോട്ട് പോകുമ്പോൾ, അതായത് ഹാവ്ലോക്ക് ഐലൻഡ്, നീൽ ഐലൻഡിലോട്ടൊക്കെ പോകുമ്പോൾ BSNL മാത്രമായിരിക്കും റേഞ്ച്. അപ്പം നമുക്ക് നെറ്റ് കിട്ടാനൊക്കെ അതായിരിക്കും എളുപ്പം. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇന്ത്യയിൽ തന്നെ പെട്ട സ്ഥലമായതുകൊണ്ട് ഇന്ത്യൻ ടൈമിംഗ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സൂര്യൻ ഉദിക്കും, നേരത്തെ തന്നെ സൂര്യൻ അസ്തമിക്കും. അതായത് ഒരു 5 o'clock ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലൊരു 6 മണി 6:30 ഒരു പ്രതീതിയാണ്. അതുപോലെ ഈവനിങ് ഒരു 5 o'clock ആകുമ്പോഴേക്കും ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ എല്ലാം നേരത്തെയാണ്. നമ്മുടെ നാട് പോലൊക്കെ തന്നെയാണ് ഏകദേശം കാണാനായിട്ട്. നാട് അല്ലെങ്കിൽ ഒരു ചെന്നൈ പോയൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞ സ്ഥലം ചിലപ്പോൾ ഒന്ന് താഴ്ന്ന പ്രദേശം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞൊരു കുന്നു പ്രദേശം ഉണ്ടാവും. ലാൻഡ്സ്കേപ്പ് മൊത്തം ഒരു ഡിഫറെൻ്റ് ഇതിലാണ് അവിടെ പോകുന്നത്. ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഞാനൊക്കെ വിചാരിച്ചിരുന്നതെല്ലാം പരന്ന സ്ഥലമായിരിക്കുന്നു. അങ്ങനെയല്ല, കുറച്ച് സ്ഥലത്ത് കുന്ന്, കുറച്ച് സ്ഥലത്ത് പരന്നത്, അങ്ങനെ. അവിടെ ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്കൂട്ടറിലാണ്. നമുക്ക് ഡെയിലി ബേസിസ് റെൻറ്റിന് നമുക്കതെടുക്കാനായിട്ട് പറ്റും. ദിവസം 600 രൂപയ്ക്കാണ് വരുന്നത്. ഇപ്പോൾ കപ്പിൾസൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്കൂട്ടർ തന്നെയാണ്. അത് ഫാമിലി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ക്യാബോ അതുപോലെ ഓട്ടോറിക്ഷ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ അതിന് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഏറ്റവും ബെസ്റ്റ് നമുക്ക് സ്കൂട്ടറിൽ തന്നെ കറങ്ങാനാണ്. അതുപോലെ അക്കോമഡേഷൻ നമ്മൾ ഓൺലൈൻ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ചില ഫോട്ടോസ് മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു ഭംഗി നമുക്ക് അവിടെ കിട്ടുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ മിനിമം സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ഒരു 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽ ബുക്കിംഗ് ആണ് പ്രീ ബുക്കിങ്ങിന് നല്ലത്. അതല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നതെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 വീലർ ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് റെൻറ്റിനെടുത്ത് പയ്യെ ഓരോ ഹോട്ടൽസിലും കയറി റൂം നോക്കി സെലക്ട് ചെയ്തെടുക്കാം. അവിടെയെല്ലാം പ്രീ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഹാവ്ലോക്ക് ആൻഡ് നീൽ നമ്മൾ ഫെറി ത്രൂ ആണ് പോകുന്നത്, ബാരാത്താംഗ് ഐലൻഡ് ബസ്സിലും. ഞങ്ങൾക്ക് ഒരു ദിവസം ഫുള്ളും ട്രാവലിംഗ് ടൈം എടുത്തു. ബിക്കോസ് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അതിനുശേഷം അവിടെ എത്തിയപ്പോൾ നമുക്ക് മഴ കിട്ടി. പിന്നെ ഒരു 4 o'clock ആകുമ്പോഴേക്കും അവിടെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങളും ഇത്രയും പാരൻസൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ടൈം സെറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഈവനിങ് ഞങ്ങളൊന്ന് സിറ്റിയിലൊക്കെ ഒന്ന് പോയി അവരുടെ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെ ഞങ്ങൾ ചിലവഴിച്ചു. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനിങ് റോസ് ഐലൻഡ്, നോർത്ത് ബേ ഐലൻഡ്, കോർബിൻ സ്കൗ ബീച്ച്. അപ്പോൾ റോസ് ഐലൻഡിലോട്ടും നോർത്ത് ബേ ഐലൻഡിലോട്ടും പോകാനായിട്ട് നമ്മൾ ആദ്യം അബീർദീൻ ജെട്ടിയിലോട്ട് എത്തണം. അതൊരു 8 മണിക്ക് മുന്നേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ട്രിപ്പിലൊക്കെ പോയി പെട്ടെന്നെല്ലാം കാണാനും പറ്റും. അതുപോലെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഏജൻറ്റുമാരുണ്ടായിരിക്കും. എല്ലാം ഫിക്സ്ഡ് പ്രൈസ് ആണ്, ഓൾറെഡി അവിടെ ബോർഡിൽ മെൻഷൻഡ് ആണ്. അപ്പോൾ പ്രൈസിന് പണ്ട് എന്താണെന്ന് വെച്ചാൽ ബാർഗെയിനിങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഫിക്സ്ഡ് പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈസിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ റോസ് ഐലൻഡിലോട്ട് പോകാൻ 370 റുപ്പീസും നോർത്ത് ബേ ഐലൻഡിലോട്ട് പോകാൻ 670 റുപ്പീസും ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ 870 റുപ്പീസ്.
അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കുറേ ഏജൻറ്റുമാരുണ്ടായിരിക്കും. നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് വേണോ, വേറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് കുറേ പേരുണ്ടാവും. അതായത് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് നോർത്ത് ബേ ഐലൻഡിലാണ്. റോസ് ഐലൻഡിൽ എന്ന് വെച്ചാൽ ഫുള്ള് ബ്രിട്ടീഷ് ആർക്കിടെക്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോർത്ത് ബേ ഐലൻഡിലുള്ള വാട്ടർ ആക്ടിവിറ്റീസിന് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പം നമുക്ക് കാണിച്ചു തരുന്നത് പണ്ടത്തെ 20 രൂപ നോട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഐലൻഡ് വ്യൂ എന്ന് പറയുന്നത് നോർത്ത് ബേ ഐലൻഡിലുള്ള വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ അവർ പറഞ്ഞിട്ട് പിന്നെ ഇവരുടെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളും റേറ്റും പറയുന്നു. അപ്പോൾ ഞങ്ങൾ അതിലെടുത്തത് ജെറ്റ് സ്കീയിങ്ങും പാരാസൈലിംഗ് ആണ്. നമുക്ക് ജെറ്റ് സ്കീയിങ്ങിന് 800 റുപ്പീസും പാരാസൈലിങ്ങിന് 600 റുപ്പീസാണ് ആയത്. അത് അവിടെ തന്നെ എടുക്കണം ശരിക്കും പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഏത് ബീച്ചിൽ പോയാലും കുറേയൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇതിന് ശേഷം നമ്മൾ കോർബിൻസ് കോവ് ബീച്ചിലാണ് പോകുന്നത്. അവിടെയും ഈ ആക്ടിവിറ്റീസ് ഉണ്ട്. എവിടെയാണ് കുറവ് കാണുന്നത് അവിടെ നമുക്ക് എടുക്കാം. ആദ്യം നമ്മൾ പോയത് റോസ് ഐലൻഡിലോട്ടാണ്. അവിടെ നമുക്കൊരു 1 hour ടൈം തരുന്നു ചുറ്റി കാണാനായിട്ട്. അപ്പം നമ്മൾ അവിടെ ബഗ്ഗിയാണ് എടുത്തത്. ബഗ്ഗി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, ബിക്കോസ് 1 hour അല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ നടന്ന് അത് ക്ഷീണിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ബഗ്ഗിയാണ് എടുത്തത്. അത് 8 പേർക്ക് കൂടിയിട്ട് 640 രൂപയാണ്. അപ്പം ഞങ്ങൾ 4 പേരും പിന്നെ വേറെ 4 പേരും കൂടി ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിലോട്ട് പോയി. റോസ് ഐലൻഡ് ഇപ്പോൾ അറിയപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ്. റോസ് ഐലൻഡ് ബ്രിട്ടീഷുകാരിട്ട പേരാണ്. ബ്രിട്ടീഷുകാരുടെ ഒരു താമസ സ്ഥലമായിരുന്നു ഈ റോസ് ഐലൻഡ്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഈ ബഗ്ഗിയിൽ പോകുന്ന വഴിക്ക് 2 സൈഡിലായിട്ട് അവരുടെ ചർച്ച്, അതുപോലെ അവർ താമസിച്ചിരുന്ന ബിൽഡിങ്, സ്റ്റേഡിയം, കോർട്ട്, അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവശിഷ്ടങ്ങൾ വല്ലാണ്ട് നശിച്ചു പോയിട്ടൊന്നുമില്ല, എന്നാലും നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിലുണ്ട്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് വ്യൂ പോയിന്റിലോട്ടാണ്. ഈ വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെല്ലുലാർ ജയിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അവർ ഈ വ്യൂ പോയിന്റ് ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ ഇപ്പോഴും ഒരു സോൾജറിൻ്റെ പടമൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നോക്കി സെല്ലുലാർ ജയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ്. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇച്ചിരി ഇറങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇച്ചിരി കിതപ്പും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ബെസ്റ്റ് ഫോട്ടോസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത്യാവശ്യം നല്ല വെയിലും അതുപോലെ കടൽക്കാറ്റടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം, അംബ്രല്ല, തൊപ്പി ഇതൊക്കെ കയ്യിലുള്ളത് നല്ലതായിരിക്കും. മെയിനായി അവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഹിന്ദിയാണ്. പക്ഷേ തമിഴ് ആൻഡ് മലയാളം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അവർ അതറിയാമെങ്കിൽ കൂടി ഹിന്ദി തന്നെയാണ് കോമൺ ആയിട്ട് എല്ലാവരും സംസാരിക്കുന്നത്. പിന്നെ ഈ ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് മാനുകളാണ്. അപ്പം നമ്മൾ ബോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ആ ടിക്കറ്റ് എടുക്കണതിൻ്റെ കൗണ്ടറിൽ നിറച്ച് മാനുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ കരിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഫുഡിൻ്റെ കുറച്ച് ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മാനുകൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പോൾ എനിക്ക് ഈ മാനുകളോടൊന്നും അത്ര വലിയ താല്പര്യമില്ല, എനിക്ക് ഇച്ചിരി പേടിയാണ്. അപ്പോൾ ഞാനങ്ങ് നീങ്ങി നിന്നു. പക്ഷേ എൻ്റെ പപ്പയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ 1 hour സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നോർത്ത് ബേ ഐലൻഡിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി ബോട്ടുകാർ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിന് അവിടെ വന്ന് നിൽക്കാം. എന്നിട്ട് നമ്മളെ കൊണ്ട് നോർത്ത് ബേ ഐലൻഡിലോട്ട് കൊണ്ടുപോകും. അവിടെയാണ് കൂടുതലും വാട്ടർ ആക്ടിവിറ്റീസ് വരുന്നത്. അങ്ങനെ നമ്മൾ നോർത്ത് ബേ ഐലൻഡിലെത്തി. അവിടെ കുറേ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, മലയാളി റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ ഇതിൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ മേലൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടേക്ക് വേണമെങ്കിൽ പോകാം. അത് ഓപ്ഷണലാണ്. 20 റുപ്പീസാണ് അവിടെ 1 person കയറാനായിട്ട്. പിന്നെ സ്റ്റെപ്പ് കയറി നോർമൽ ഒരു ലൈറ്റ് ഹൗസ് അത്ര തന്നെയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു വന്ന് വാട്ടർ ആക്ടിവിറ്റീസിലോട്ട് വരാം. പേരൻസ് വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവർ നേരെ വേറെ ബോട്ടിൽ അവരെയും കൊണ്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നാക്കി. പിന്നെ നമ്മളെ വേറൊരു ബോട്ടിൽ ഈ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. പിന്നെ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതോടുകൂടി തന്നെ വീഡിയോയും അവർ പകർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ വേണമെങ്കിൽ അതിനെ സെപ്പറേറ്റ് വൈസ് നമ്മൾ കൊടുക്കണം. അത് 400 രൂപ 500 രൂപ അങ്ങനെ ബാർഗൈനിങ് ചെയ്തിട്ട് കുറവ് എങ്ങനെയാണോ പിടിക്കാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് പിടിക്കാം. ആൻഡമാൻ ഐലൻഡിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്കൂബ ഡൈവിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർത്ത് ബേ ഐലൻഡിലൊക്കെ പോകുമ്പോൾ അവർ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വരും സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ അവിടുത്തെ കോറൽസ് ഓൾറെഡി ഡെഡായി തുടങ്ങി. അപ്പോൾ നമുക്ക് അധികം നല്ല ഭംഗിയുള്ള രീതിയിലൊന്നും കാണാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് ഹാവ്ലോക്ക് ഐലൻഡിലോട്ട് ഇതിന് ശേഷം നമ്മൾ പോകുന്നുണ്ട് 2 days കഴിഞ്ഞാൽ. അവിടെ നമുക്ക് നല്ല രീതിയിൽ സ്കൂബ ഡൈവിങ് ചെയ്യാം, കോറൽസിനൊക്കെ കാണാൻ പറ്റും.
അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു. അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ട്, മറീന പാർക്ക് എന്നാണ് പറയുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാം. ഞങ്ങൾ നേരെ തിരിച്ച് പിന്നെ പോയത് കോർബിൻസ്കൗ ബീച്ചിലോട്ടാണ്. അവിടെ ഒരു സൺസെറ്റും പിന്നെ അവിടെയും ഈ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. അല്ലെങ്കിൽ നമുക്ക് ബീച്ചിലൊന്ന് രസമായിട്ട് ഒരു നല്ലൊരു ഈവനിങ് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇന്ന് നമ്മൾ പോകുന്നത് ബാരാത്താങ് ഐലൻഡിലാണ്. അവിടെ മെയിൻ അട്രാക്ഷൻ ലൈംസ്റ്റോൺ കേവ് ആൻഡ് മഡ് വോൾക്കാനോ. ഇതിലുപരി നമ്മൾ പോകുന്ന വഴിയുള്ള ഒരു യാത്ര, അതാണ് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്. പോർട്ട് ബ്ലെയറിൽ നിന്ന് 1 hour ഡ്രൈവാണ് ജിർക്കാടാങ് ചെക്ക് പോസ്റ്റിലോട്ട്. ഈ ജിർക്കാടാങ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു കോൺവേ ആയിട്ടാണ് ഈ കാട് മുറിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ബസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ക്യാബ് അങ്ങനെയൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുക. അതിന് നിശ്ചിത ടൈമുണ്ട്. 6 o'clock, 9 o'clock, 12 o'clock, 3 o'clock. ഈ ടൈമിലായിട്ടാണ് ഈ കോൺവേ രീതിയിൽ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കാടും കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിലോട്ട് എത്തുന്നത്. ആൻഡമാനിൽ ഒരുപാട് ട്രൈബൽസ് ഇപ്പോഴുണ്ട്. സെന്റിനൽ, നിക്കോബാറി, ജറാവ എന്നൊക്കെയാണ് അവരുടെ പേരുകൾ. ഇപ്പം നമ്മൾ പോകുന്നത് ജറാവാസിൻ്റെ റിസർവ്ഡ് ഫോറസ്റ്റിൽ കൂടെയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഷട്ടിൽ സർവീസ് ബസ്സായിരുന്നു. അപ്പോൾ 4:30 ബസ്. അങ്ങനെ നമ്മൾ 4:30 ബസ്സിൽ കയറി ഒരു 5:30 ആയപ്പോൾ നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ ചെറിയ ചെറിയ കടകളുണ്ടായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം, ടോയ്ലറ്റിൽ പോകുന്നവർക്ക് പോകാം. പിന്നെ 1.5 hours ഈ കാടിൻ്റെ നടുവിൽ കൂടെയാണ് വണ്ടി പോകുന്നത്. അപ്പോൾ അതിന് ബിറ്റ്വീൻ നമുക്ക് നിർത്താനൊന്നും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മുന്നേ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് എപ്പോഴും ബസ്സിൽ പോകുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നത് ഈ ബസ്സുകളായിരിക്കും. നമുക്കവിടെ ചെല്ലുമ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ പ്രൈവറ്റ് ക്യാബുകളൊക്കെ പിന്നിലായിരിക്കും. ഏറ്റവും ഫസ്റ്റ് ഈ ബസ്സുകളാണ് ആദ്യം പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജങ്കാർ ത്രൂ ആണ് ഈ ഐലൻഡിലോട്ട് എത്തുന്നത്. പിന്നെ നമ്മൾ ലൈംസ്റ്റോൺ കേവ് പോവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫസ്റ്റ് നിൽക്കാൻ പറ്റും. ഈ ഒരു ബസ്സിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബോട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ലൈംസ്റ്റോണിലോട്ടുള്ള ടിക്കറ്റ് കിട്ടും. ഒരാൾക്ക് 900 rupees ആണ് വരുന്നത്. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ബോട്ടിലേക്ക് കയറിയിട്ടാണ് ലൈംസ്റ്റോൺ കേവിലോട്ട് പോകുന്നത്. പോകുന്ന വഴി നല്ല മാൻഗ്രൂവ് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ ബോട്ട് ഇറങ്ങി. അപ്പോഴും നമ്മൾ ലൈംസ്റ്റോൺ കേവിലോട്ട് എത്തിയിട്ടില്ല. അവിടെ എത്തണമെങ്കിൽ വീണ്ടും നമ്മളൊരു 1/2 hour അങ്ങോട്ട് നടക്കണം. അത് നടക്കുന്നത് കാടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ആയി, എന്നാൽ കുറച്ച് കഴിഞ്ഞൊരു പാടമൊക്കെ വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടാണ് ഈ ലൈംസ്റ്റോൺ കേവിലോട്ട് എത്തുന്നത്. ലൈംസ്റ്റോൺ കേവിലോട്ട് പോകുന്ന വഴി തന്നെ, അതായത് നടക്കുന്ന വഴി തന്നെ നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ചേച്ചിമാർ വെള്ളം കൊടുക്കാനൊക്കെ, മീൻസ് നാരങ്ങ വെള്ളമൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വാങ്ങിച്ചൊക്കെ കുടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആദ്യമേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റി. ലൈംസ്റ്റോൺ കേവ് ഒക്കെ കാണാൻ പറ്റി. ബിക്കോസ് അവിടെ ഇപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ലിയർ അല്ല. നമുക്ക് മൊബൈലിൻ്റെ വെളിച്ചമൊക്കെ അടിച്ചിട്ടാണ് നമ്മളത് കണ്ടിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ബാക്ക് ടു ബാക്ക് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴി ഡിങ്ങിയതായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുന്ന ഒരു തിക്കും തിരക്കൊക്കെ നമുക്ക് ഫീൽ ആവും. അപ്പോൾ ബെറ്റർ ഇപ്പോഴും നമ്മൾ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് ആ വരുന്ന വഴിയിലെങ്കിലും സുഖമായിട്ട് നമുക്ക് വരാം. പിന്നെ പാപ്പയ്ക്ക് അമ്മയ്ക്കൊക്കെ നടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇങ്ങനെ കയറ്റം മറക്കൊക്കെ പോലുള്ളൊരു ട്രക്കിംഗ് ആണല്ലോ ഇത്, വൺ ഓഫ് ദ ട്രക്കിംഗ് ആണ്. അപ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അവരൊക്കെ ഒപ്പിച്ചു.
നമ്മൾ ലൈംസ്റ്റോൺ കേവ് കാണാൻ പോകുമ്പോൾ നമ്മുടെ ബോട്ടിലുള്ള ആള് നമ്മൾ ഗൈഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. ആളാണ് പോകുന്ന വഴി പറഞ്ഞു തരുന്നത്. കാരണം ഒരു അരമണിക്കൂർ നടത്തമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് പറഞ്ഞു തരുന്ന ആളാണ്. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആളും നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മൾ വന്ന ബോട്ടിൽ തന്നെ കയറ്റിത്തരും. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി പോകുമ്പോൾ ഞങ്ങൾക്കൊരു മഴയും കിട്ടി. ഒരു താർപ്പാളൊക്കെ വിരിച്ച് ഇങ്ങനെ മഴ ഇങ്ങനെ വന്ന് അടിച്ചു പോണത് ശരിക്കും കാണാൻ പറ്റി. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് അവിടെ എത്തി. അതായത് ബാരാത്താങ് ഐലൻഡിൽ എവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടേക്ക് തിരിച്ചെത്തി. അവിടെ ഒരു ചെറിയ ക്യാൻറ്റീനും ഒരു ചെറിയ റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു പ്ലേസിലോട്ട് വേണമെങ്കിൽ പോവാം, മഡ് വോൾക്കാനോ. അത് അത്ര ഓപ്ഷണൽ മാത്രമാണ്, ബിക്കോസ് അവിടെ അധികം ഒന്നും കാണാനില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അവർ പറഞ്ഞ റേറ്റ് 800 റുപ്പീസാണ് ക്യാബിന്. കാരണം അത് വേറെ ക്യാബ് വിളിച്ചിട്ട് വേണം പോകാൻ. കാരണം എല്ലാ ക്യാബുകളും അക്കരെ നിർത്തിയിരിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇക്കരേന്ന് വേറെ ക്യാബിൽ വേണം നമ്മളിത് പോകാനായിട്ട്. അപ്പോൾ അതിനൊരു 800 റുപ്പീസാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങളത് ചൂസ് ചെയ്തില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ജങ്കാറിനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ജങ്കാറിൽ വീണ്ടും കയറി നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് കോൺവേ ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കോൺവേയുടെ ടൈം എന്ന് പറഞ്ഞാൽ 6:30, 9:30, 12:30, 3:30 ഇതാണ്. അപ്പം നമുക്ക് ഏകദേശം ഒരു 12:30 കോൺവേയുടെ ഇത് കിട്ടുവാണെങ്കിൽ ടൈം നല്ലോണം സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ 12:30-ക്കുള്ള തിരിച്ച് റിട്ടേൺ ബസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.